Hey guys, hi, welcome to new video. ഇന്നത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രേഡ് ആണ്. ഈ വലിയൊരു ഗ്യാപ്പ് ആക്ച്വലി ലൈക്ക് ദിസ്. റിയലി ബയസ് എന്താണ് ബുള്ളിഷും പോകാം ബെയറിഷും ആകാം, ബട്ട് ഇത് സ്വീപ്പ് ആവണം. ഇൻട്രസ്റ്റിംഗ് ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ട്രേഡ്. നമ്മളിപ്പോ വലിയൊരു ഗ്യാപ്പ് ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയും ഇൻവേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാപ്പിന് ഇൻവേഴ്സ് ചെയ്തു. ഇതൊരു ഇൻവേഴ്സ് വലിയ ഗ്യാപ്പാണ്. ഇതിനകത്ത് റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുക? താഴത്തോട്ട് പോയിരിക്കും. ഷോർട്ട് എടുക്കാനായിരിക്കും കൂടുതൽ ചാൻസ്. ലോങ് ഇവിടുത്തെ റീടെസ്റ്റ് ആയിരുന്നു. ഇവിടെ ആകാൻ വഴിയില്ല. നോക്കാം. ഷോർട്ട് എടുക്കാനാണ് സാധ്യത. കാരണം ഇത് ഇവിടെ വരാനായിട്ട് ചോപ്പി. ഓക്കെ, ഇവിടെ എത്താൻ സാധ്യതയില്ല. ഓക്കെ, ഷോർട്ട് എടുക്കാനൊക്കെ ഞാൻ നോക്കുന്നതെന്ന്. കാരണം ലോങ് എടുക്കുവാണെങ്കിൽ ലൈക്ക് ഒന്നില്ലെങ്കിൽ ഓ പക്ഷേ 3 മണിക്കൂർ വരെ പെട്ടെന്ന് പോസ് ചെയ്യുവാണെങ്കിൽ കൊള്ളായിരുന്നു. സ്റ്റഫ് മാൻ ഇതെന്ത് ഇനി ഒക്കെ സിമ്പിൾ ഉണ്ടാക്കിയാൽ കൊള്ളാം. ലൈക്ക് ഇന്നത്തെ ഗെയിം പ്ലാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നു, ഒരു തട്ടി വന്നു, താഴത്തോട്ട് പോയി. എന്ത് കാരണം ഞാൻ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഒന്നാമത്തത് ഇത് ഇൻവേഴ്സ് ആയി. ഓക്കെ, ഇൻവേഴ്സ് ആയിട്ട് ദെൻ ആക്ച്വലി ഇത് സംഭവിക്കണം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗോണ കം അപ്പ് ആൻഡ് ഡൗൺ. ഓ മൈ ഗോഡ്, ഇതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് ഇത്രയും ഭയങ്കര ചോപ്പിയായിരിക്കും. ആൻഡ് ഇത് സ്വീപ്പായി. ഇതും സ്വീപ്പായി. സോ നെഗറ്റീവ് ഹൈ ആണോ? ഓ ഈക്വൽ ഇൻട്രസ്റ്റിംഗ്, ഇൻട്രസ്റ്റിംഗ് ട്രേഡ്. എത്രയുണ്ട്? 0.04% ഇല്ല, ഹൈ റെസിസ്റ്റൻസ് ആണ്. ലോ റെസിസ്റ്റൻസ് അല്ല, ഇത് ഹൈ റെസിസ്റ്റൻസ് ആണ്. ഇത് ഏറിയാലും ഇത് ഹൈ റെസിസ്റ്റൻസ് ആണ്. ലൈക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ഈവൻ ദോ മേളിൽ പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗോണ ബി റിയലി ചോപ്പി. ഓക്കെ, നമുക്ക് ഇവിടൊക്കെ ടേക്ക് പ്രോഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇത് റീട്രേസ് ചെയ്ത് താഴെ പോവും എന്നെ മനസ്സ് പറയുന്നു. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നാസ്താക്ക് എടുക്കണോ S&P 500 എടുക്കണോ? നാസ്താക്ക് എനിക്കിത് അറിയുന്നില്ല, എടുക്കണോ വേണ്ടിയത്. But S&P 500 looking good. First we buy London. Hmm.
ഷുവർ ഇതെന്തെങ്കിലും ചെറിയൊരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. വലിയായിട്ട് ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവാൻ സാധ്യത ഇല്ല. സോ ഇവിടെയും വാവ് 50% അവിടെ വർട്ട് ഷുവർ they will be short. Sure. കൺഫ്യൂസിങ് ലൈക്ക് ചിലപ്പോൾ ട്രേഡ് തന്നെ എടുക്കാൻ വഴിയില്ല. ദിസ് ഇസ് നോട്ട് ആൻഡ് ഉറപ്പാണ് ദിസ് ഇസ് നോട്ട് എൻ എ പ്ലസ് സെറ്റപ്പ്. ഓക്കെ സോ കേട്ടം കേട്ടം കയറിയാൽ എന്തായാലും ഭയങ്കരമായിട്ട് ചോപ്പി ആയിരിക്കും. ലൈക്ക് ഇത് ഭയങ്കരമായിട്ട് ഇത് റിജക്ട് ചെയ്യണേ താഴത്തോട്ട് എന്ന് പറയണേ. ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേവി ആയിരിക്കും. വേറെ വാക്കിൽ another word is choppy. Extremely choppy. Chop, 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 chop. Okay, so താഴത്ത് വലിയായിട്ട് ഇല്ല. ഇതുണ്ട് ഇതുണ്ട് ഇത് 50% ആണ്. ഇത് 79% അടിയിൽ തോന്നുന്നു. ഇത് മേളിൽ പോയാലും അവിടെ പോവാം. അത് എത്തിക്കഴിഞ്ഞു കണ്ടോ, ഇത് മേളിലില്ല. ഇതൊന്നും സ്വീപ്പായി കഴിഞ്ഞു. ഇതിന്റെ മുകളിൽ എത്താൻ വഴി. സോ പ്രോബബ്ലി ഇതൊക്കെ സ്വീപ്പായി. ദെൻ ഇറ്റ്സ് പ്രോബബ്ലി ഗോയിങ് ടു ഗോ ഡൗൺ റൈറ്റ്. സെൻസ് ഉണ്ടായിരുന്നല്ലേ. Okay, let's go. Then 79% extension. See ya. എന്തായാലും ഇതാണ് ഭേദം. ഇൻവേഴ്സ് ചെയ്യുക. വാ അടിപൊളി. വാ ന്യൂസ് ഒന്നും ഇല്ല, എന്നാലും ഇത്ര പോയിട്ട് കണ്ടിന്യൂഷൻ ആയിരിക്കുമോ? യപ്പ് റിജക്ഷൻ. ഇത്രയൊക്കെ സ്വീപ്പ് ചെയ്തല്ലേ, ഇനി അതിന്റെ മേളിൽ പോകാൻ സാധ്യത കുറവാണ്. But is it gonna go up? No, it's gonna go down. Wow. സെമി ഫൈനൽ എന്തായി? എടുക്കണം. ഇതാണ് കുറച്ചും കൂടി ഇത് ഈ ഫേ വാലി ഗ്യാപ്പ് ഉണ്ട്, ഈ ഫേ വാലി ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഈ ഫേ വാലി ഗ്യാപ്പ് ഫോക്കസ് ചെയ്യേണ്ട, മനസ്സിലായല്ലേ? ഇതിപ്പോ ഇത് ഇൻവേഴ്സ് ചെയ്താലും ഇത് റെസ്പെക്ട് ചെയ്താൽ സ്റ്റിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് റിവേഴ്സൽ. ഇത് ഇൻവേഴ്സ് ആയാലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഗോണ കണ്ടിന്യൂ ടുവേർഡ്സ് ഡൗൺവേർഡ്സ്. Let's see. എന്തോ അത് ഫുള്ളും ഫേവാലി ഗ്യാപ്പാണല്ലോ. ടഫ് ആൻഡ് ഇതൊരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണ്. സോ ടഫ് ട്രേഡ്.
എടുക്കണം അറിയില്ല. ആക്ച്വലി ലൈക്ക് എന്റെ ബയാസ് താഴത്തോട്ടാ. ബട്ട് ലുക്ക് അറ്റ് ദിസ്, നമുക്ക് ഇവിടെ ഉള്ളത് സ്റ്റാക്ക് ഓഫ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഓക്കെ, സ്റ്റാക്ക് ഓഫ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ ഇതെല്ലാം ഒരു പോയിന്റ് ആണ് മനസ്സിലായി, ടേക്ക് പ്രോഫിറ്റ് എടുക്കാൻ. കാരണം ഈ ഒരു മാർക്കറ്റ് എവിടെ ടച്ച് ചെയ്താലും ലൈക്ക് എവിടെ ആണെങ്കിൽ ലൈക്ക് റീട്രേസ് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഞാൻ പറഞ്ഞു താഴത്തോട്ട് പോകും. ഇറ്റ്സ് ഓൺലി പ്രോബിലിറ്റി. The odds are like it's gonna go down. Then but this market is really bullish. Wait, wait. Can ഇൻവേഴ്സ് ആയോ? ഇല്ലല്ലോ. 3 മണിക്കൂർ ആലോചിച്ച് നോക്കി. ഇത് എങ്ങാനും ഇതിന് ഇൻവേഴ്സ് ചെയ്താൽ പിന്നെ തീരുമാനിക്കാറുണ്ട് മുന്നോട്ട് ഇനി കണ്ടിന്യൂ ചെയ്യുമെന്ന്. ഇതിപ്പോ എന്താ ചെയ്യാണോ? ഫെയർ വാല്യൂ ഗ്യാപ്പില്ല, ഫെയർ വാല്യൂ ഗ്യാപ്പില്ല. നാസ്ഡാക്ക് എടുക്കണോ S&P 500 എടുക്കണോ? ജസ്റ്റ് ലുക്കിംഗ് സ്മൂത്ത്. ശരി. ഇന്നത്തെ TP ഇതായിരിക്കും ഞാൻ ഇവിടേക്ക് മേജർ ആയിട്ട് വെക്കാൻ പോണത്. ചാൻസ് കുറവ് ഇവിടെ വെക്കണത്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് ഇവിടെ എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ലൈക്ക് ഓൾ ദ വേ ഡൗൺ. അതും 50 മിനിറ്റ് നോക്കുമ്പോ തന്നെ കണ്ടോ എത്ര ഫെയർ വാല്യൂ ഗ്യാപ്പാ നോക്കി. ലൈക്ക് ഇതൊക്കെ തട്ടി തട്ടി എല്ലാം ഇൻവേഴ്സ് ചെയ്ത് വരുമ്പോ തന്നെ അവസാനം ആണ് ഇവിടെ എത്തണത്. ഓക്കെ, ഇറ്റ്സ് ഗോണ ബി ടഫ്. ഇവിടെ മാത്രമേ ടേക്ക് പ്രോഫിറ്റ്, ഇതുമായിട്ട് ടേക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 എടുക്കാം, ചിലപ്പോൾ കുഴപ്പമില്ല. പേടിയാണ് നാസ്ഡാക്കിലായിരിക്കും. നാസ്ഡാക്ക് ഇത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ലീഡിങ് ഇൻഡെക്സ് ടു എ സബ്സൈഡ്. മറ്റേത് ലാഗിങ് ഇൻഡെക്സ്. ലൈക്ക് പൊട്ടൻഷ്യൽ ഇവിടെ തട്ടിട്ട് മേളിൽ പോകാൻ സാധ്യതയുണ്ട്. ശരിക്കും പറയാണല്ലോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് മാർക്കറ്റിന് ഇപ്പോ ലൈക്ക് കൺസോൾഡേറ്റ് ചെയ്യാം. മനസ്സിലായി, മേളിൽ പോകാൻ താഴെ പോകാം, ഇങ്ങനെ പോകാൻ താഴെ പോകാം. കാരണം ഇങ്ങനെ പോകത്തില്ല. മേളിൽ പോകാൻ താഴെ പോവാം, മേളിൽ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പിന്നെയും പോവാം, മുന്നോട്ട് പോവാം. കാരണം ഇത് വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാ. 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പെട്ടിരിക്കണോണ്ട് മാത്രമാണ്. ഈവൻ ദോ ടച്ച് ചെയ്തു കണ്ടോ. ചിലപ്പോ ഇത് മാർക്കറ്റ് ഇതിപ്പോ ലൈക്ക് ഡെയിലി ടൈം ഫ്രെയിം എടുത്ത് നോക്കുമ്പോ ബുള്ളിഷ് ആണ്. എക്സ് ഓ എക്സ്ട്രീംലി ബുള്ളിഷ്. നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്തായാലും ഇന്ന് തന്നെ ഇത്ര എത്തത്തില്ല. മാർക്ക് ചെയ്തോ. ഓക്കെ, ഇച്ചിരി കൺഫ്യൂസിങ് ആണല്ലോ. എക്സ്ട്രീംലി സിഒ വ്യവസ്ഥ തന്നെ. ഇല്ല, താഴത്തോട്ട് ഇനിയും പോണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്വീപ്പായി ബുള്ളിഷ് ആണ്. ബട്ട് യുനോ ഇവിടെ സ്വീപ്പായി ഹൈ റെസിസ്റ്റൻസ് ആണ്. ഇറ്റ്സ് ഗോണ ഹാവ് സ്മോൾ റീട്രേസ്മെന്റ്. അച്ചീവ് ആയോ എന്നൊരു സംശയം.
Let's wait and see. Oh my god, ഇത് റീട്രേസ് ചെയ്ത് കണ്ടോ? It's pointing towards upside. SMT എന്നിരുന്ന clean off. It's gotta be good. It should be good. S&P 500, come on. ഒന്നുമില്ല, വേറൊന്നുമില്ല. ശോകമാണല്ലോ. ഇതിപ്പോ ഇൻവേഴ്സ് ആയോ? മേളിൽ പോവോ? ഇല്ല, ഇങ്ങോട്ട് നോക്കിയേക്കോ. ഇപ്പൊ ടി പി പറ്റുവാണെങ്കിൽ ഈ സാധനം ഹിറ്റ് ചെയ്തെന്ന് വെച്ചോ, ട്രേഡ് ചെയ്യില്ല. കാരണം ലൈക്ക് ടി പി സീറോ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടിൽസ് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. അപ്പോൾ ഞാൻ ഫുൾ ടി പി എടുക്കും. ഓ മൈ ഗോഡ്, എത്തിയതാ. ഇതിനടിയിലോട്ട് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. ബട്ട് പോയാൽ നല്ലത്. പോകാൻ സാധ്യത കുറവാണ്. ഇത് കണ്ടോ, ഇവിടെ വേറെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. പോയി S&P 500. S&P 500 ഡേഞ്ചറസ് ആണ്. കാരണം നോക്കിയിട്ട് കാര്യം നോക്കണം. എന്താ വയസ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമ്മളിപ്പോ ഈ സ്റ്റാക്ക് ഓഫ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കുമ്പോൾ തന്നെ ഏറ്റവും അവസാനത്തെ ഏറ്റവും അടിയിലത്തെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഉള്ളത് റീട്രേസ് ചെയ്ത് മേളിൽ പോകണമല്ലോ. ഓ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇവിടെ ഇതിന്റെ മുകളിൽ ബോഡി ക്യാൻഡിൽസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ we'll move on to 1 minute time frame. Recent session nice കൂടെ ഈ ലണ്ടൻ സെഷൻ ലൂസ്. ഓക്കെ, ഇത് ലണ്ടൻ സെഷൻ ലൂസ് എത്താത്ത സാധ്യത. ഓ, ഇതൊക്കെ എത്തും തോന്നുന്നു. ജസ്റ്റ് മാർക്ക് ചെയ്തത്. Come on, it only hit a day. Please come on, give me a entry. Give me an entry. പോണം. ഇങ്ങനത്തെ ഒരു സാധനം. ഓ, ഓക്കെ. Damn. നോക്കി. Like what?
ഒരു അടിപൊളി കണ്ടോ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇൻവേഴ്സ് വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ട് ഇവിടെ എങ്ങാനും എടുത്തു കഴിഞ്ഞാണ്ടല്ലോ. അയ്യോ, ഡ്യാം 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 ഡ്യാം. ഇതെവിടെ, ഇത് എങ്ങോട്ടേ പോണേ? ഓ, ഇൻവേഴ്സ് ചെയ്യും അതിനെ. ഓ മൈ ഗുഡ്നസ്. ഈ 3 മണിക്കൂർ കാണിച്ചിട്ട് വെയിറ്റ് ചെയ്യണത് കറക്റ്റ് ആണോ അല്ല എന്ന് പറയാനായിട്ട്. ഇതിപ്പോ ഓ മൈ ഗുഡ്നസ്. നീ ബെയറിഷ് ട്രെൻഡ് എടുക്കണത് എടുക്കാൻ സാധ്യല്ല. ഇവിടെ എത്തുന്ന നോക്കാം. ഓ, ഒന്ന് വെയിറ്റ് ചെയ്യണം. ട്രേഡ്. ഓ മൈ ഗുഡ്നസ്. ടച്ച് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ബ്രേക്ക് സ്ട്രക്ചർ ഇത് അപ്സൈഡ്. ഇല്ല, അങ്ങനെയല്ല. ബ്രേക്ക് സ്ട്രക്ചർ അല്ല. 79% എക്സ്റ്റൻഷൻ. Yep, starting. Hmm. See, other countries. Hmm. Should you take it? Should you force yourself? Force ചെയ്യണല്ല, ലൈക്ക് ഇറ്റ്സ് ക്ലിയർ. ലൈക്ക് ഇത്രയും വരുമ്പോ മാർക്കറ്റ് എങ്ങനെ ഇതുവരെ എത്തണ? ലൈക്ക് ഇതിൽ എളുപ്പം എത്താൻ.
ഉം, ചില സീൻ കുട്ടിയെ കുട്ടി ഒരുപാട് കെയർഫുൾ ആയി കഴിഞ്ഞാൽ അവസാനം ട്രേഡ് മിസ് ഔട്ട് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. കുഴപ്പമില്ല, പൊട്ടണമെങ്കിൽ പൊട്ടട്ടെ മെന്റാലിറ്റി. ഓക്കെ, ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. നോക്കാം, പൊട്ടിയാ പൊട്ടി, ജയിച്ചാ ജയിച്ചു. ഇൻവേഴ്സ് ഈ ഗ്യാപ്പിൽ ഇൻവേഴ്സ് ചെയ്താൽ ഞാൻ ട്രേഡ് എടുക്കും. യെസ്, ടു ദ ട്രേഡ്. റിസ്ക് ആണ് ഗൈസ്, ഹൈ റിസ്ക്. Let's wait and watch. ഓ മൈ ഗോഡ്, SMP 500 മതിയായിരുന്നു. സാരല്ല. ഓ, there we go. ഇതിന്റെ മേളിൽ പോവുമോ എനിക്കറിയേണ്ട ആവശ്യമില്ല. ബട്ട് ഓ, പ്രോഫിറ്റ് ശരിക്കും വെക്കണം, ഇതെങ്ങാനും മിസ്സായി പോയാണല്ലോ. എവിടെ ജയിച്ചല്ലേ. Bad joke. ഇതുകൊണ്ട് എടുത്താന്ന് വെച്ചാൽ ഈ ബുള്ളിഷ് ഉണ്ടോ, ഈ ട്രേഡ് ഇത്രയും വരുമ്പോ മാർക്കറ്റ് ഒന്നാമത് ഇവിടെ സ്വീപ്പായി കഴിഞ്ഞു. ബോഡി ക്യാൻഡിൽസ്റ്റിക് ക്ലോസ്, ബുള്ളിഷ് ഓർഡർ ഫ്ലോ, പോവും എന്നും പറഞ്ഞ് തോക്കാൻ ചാൻസ് ഉണ്ട്. ട്രേഡിങ് അത്രേ ഉള്ളൂ, തോക്കുകയും ചെയ്യാം ജയിക്കുകയും ചെയ്യാം. എൻജോയ്. നാളത്തെ വിഷു പ്രമാണിച്ച് ഇന്ന് പടക്കം പൊട്ടാൻ പോണു.
Shoot. Good. Good. ഓ എനിക്കിത് ഇഷ്ടമായില്ല. ഇതും ലാഗ് ചെയ്താൽ മതിയായിരുന്നു. ഇല്ല, നോക്കാം. വാവ്. ഓക്കേ. ഓക്കേ. ടിപി നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാം. കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രതീക്ഷയില്ല മുന്നോട്ട് പോകുമോ എന്ന്. ഓക്കേ. MH1 ടേക്ക് പ്രോഫിറ്റ്. അയ്യോ എത്രയാലോ ടേക്ക് പ്രോഫിറ്റ്. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ടേക്ക് പ്രോഫിറ്റ് എടുക്കുന്നില്ല, പാർഷ്യൽസ് എടുക്കുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് റിയലി റിസ്കി ബ്രോ. ലൈക്ക് എന്തും സംഭവിക്കാം. ഓക്കെ, ഞാനിപ്പോ എടുത്തത് എന്തുകൊണ്ടാ എന്ന് വെച്ചാൽ ഈ ഓർഡർ ഫ്ലോ കാരണമാണ്. മനസ്സിലായില്ലേ? ഓർഡർ ഫ്ലോന് കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം ഇത്രയും മാർക്കറ്റ് എന്താണ് കൂടുതലും സ്വീപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, അതും ഹൈ ടൈം ഫ്രെയിം ആകുമ്പോൾ അത് എത്രയും ബെറ്റർ. സോ എനിക്ക് പാർഷ്യൽസ് എടുക്കാൻ യാതൊരു താല്പര്യമില്ല. ഓക്കെ, ഇവിടെ താറായി 3 2 1. Let's go. Hey, no. Come on. What's happening? Let's go. Come on. കുറച്ചും കൂടി. തീരെ കന്നിച്ചും കുറച്ചും കൂടി. ഈശ്വര, നീ ഇതിനെ റിവേഴ്സ് ചെയ്യണമല്ലേ? ബ്ലൂ 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 ബ്ലൂ. നോ. അയ്യോ, ദൈവം താഴത്തോട്ട് സ്ഥിരം സ്റ്റോപ്പ് ലോസ് ഇട്ടാവോ? ഓ എനിക്കത് ഇഷ്ടമായില്ല. ഓ കുഴപ്പമില്ല. ഒരു ന്യൂസ് ചാൻസ് ഉണ്ട്. താഴത്തോട്ട് വന്ന ചാൻസ് ഉണ്ടോന്ന് വെച്ചാൽ മാൻ, ഇന്നത്തെ മാർക്കറ്റ് ഭയങ്കര വോൾട്ടൈലാ. ലൈക്ക് ലുക്ക് അറ്റ് ദിസ്. ഇത്ര എടുക്കുള്ളൂ. ഇതിന്റെ മുകളിൽ ഞാൻ എടുക്കാൻ സാധ്യതയില്ല. ആൻഡ് ഇതിന്റെ മുകളിൽ പോകുമ്പോൾ ഇനിയും കിട്ടുമായിരിക്കാം. ബട്ട് എനിക്ക് കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇത്രയും മതി. Damn. ഓക്കെ. നോ നോ. ഇത്ര എത്തിയിട്ട് എന്തിനാടാ? ഓ, തങ്ങൾ മേളിക്കാൻ സാധ്യതയുണ്ട്. കമോൺ. Oh my God, look at this. Wow. സാധാരണ പറയണ മാർക്കറ്റ് ഈസ് റിയലി അൺഎക്സ്പെക്റ്റഡ്. ബട്ട് നമ്മൾ ട്രേഡിന്റെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക, then we don't expect anything. The secret strategy. Come on. You. ഉപയോഗിക്കാൻ പറ്റണം. ആണ് ഗൈസ്, the secret strategy. അയ്യോ, താഴത്തോട്ട് പോണു. തന്നെയാണ് അത്. പ്രശ്നമില്ലല്ലോ.
ഇത് കണ്ടോ? ഇത് കഴിഞ്ഞാ ഇതെന്താ സാധനം തന്നെ എനിക്ക് ശരിക്കും അറിയില്ല. ബട്ട് ഹൈ ടൈം ഫ്രെയിമിനകത്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്, അതുകൊണ്ട് മാർക്ക് ചെയ്തതാ. ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇവിടെ എത്തണം സ്വീപ്പ് ചെയ്യാനായിട്ട്. ഓ മൈ ഗോഡ്, മാർക്കിംഗ് തന്നെ തെറ്റാ. Okay. ഇവിടെ എത്തണം സാധനം. ലൈക്ക് അതിനെന്തായാലും ഒരു ചെറിയൊരു റീട്രേസ്മെന്റ് ഉണ്ടാകും. കാരണം എൻ്റെ ഒരു ഇതിനകത്ത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ പോകും, ചിലപ്പോൾ ഇങ്ങനെ എത്തിയിട്ട് ഇത് വരാം, പിന്നെ മേളിൽ പോവായിരിക്കും. ബട്ട് അപ്പം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. അതിനുള്ള ഉള്ള പൈസ, കിട്ടുന്ന പൈസ വെച്ച് പോണല്ലേ ജയിച്ചു കഴിഞ്ഞാൽ. ഓ ഓക്കെ. ഓക്കെ. യെസ് യെസ് സൈഡ്. ടേക്ക് പ്രോഫിറ്റ് ഇന്ന് കളിക്കണേ നടന്നിട്ട്. പക്ഷെ എന്തായാലും ഇതിന്റെ മുകളിലാണ്. സോ ദിസ് ഈസ് അറൌണ്ട് സൈക്കോളജിക്കൽ ലെവൽ. ഇവിടെയാണ് നമുക്ക് ഈ കെയോസ് ഉള്ളത്, ലൈക്ക് ബയേഴ്സും സെല്ലേഴ്സും ഫൈറ്റ് ചെയ്യണത്. സോ വി ആർ അബൌട്ട് ദാറ്റ്. സോ ചാൻസ്. ഓ കമോൺ. ഷെടാ, കളിക്കണേ ചെറിയൊരു ചെറുക്കും. ഷൂട്ട് ഔട്ട് കമോൺ മാൻ. പിന്നെയും താഴത്തോട്ട്. സി ഞാൻ ഇമോഷണൽ ആകാം, പക്ഷെ അതനുസരിച്ച് ഞാൻ ആക്ട് ചെയ്യില്ല. ഇപ്പോ ഇമോഷണൽ ആണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ ഈ സമയത്ത് ക്ലോസ് ചെയ്യും, ട്രേഡ് ക്ലോസ് ചെയ്യും അല്ലേ? അടുത്തെത്തി ചിലപ്പോ ടക്കും താഴെ പോവാം. ഓ ഇതേ പോകും, പക്ഷെ ഞാൻ ക്ലോസ് ചെയ്യില്ല. ഓക്കെ. സ്റ്റോപ്പ് ആക്ടിങ് അപ്പോൺ യുവർ ഇമോഷൻസ് ഗൈസ്. ഇപ്പൊ തന്നെ സമയമായി മിക്കവാറും. ഇവിടെ എത്താനായിട്ട് എന്നാ പാടാണ്. ഉറപ്പാ ഇത് എത്തിക്കഴിഞ്ഞു. ലൈക്ക് വാട്ട് ഇസ്. ഓക്കെ കമോൺ, കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി. ഷുഡ് ഐ ക്ലോസ് ദിസ്? ഷുഡ് ഐ ക്ലോസ് ദിസ്? What the hell? No, 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 no. Like what? No. Oh no. Oh my God. Sweep, sweep, sweep. Yep. Yes. ഫുൾ ടേക്ക് പ്രോഫിറ്റ് കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. എനിക്ക് ഇവിടെ ഈ മാർക്ക് ട്രേഡിംഗ് മീനകത്തില്ലേ കുറച്ച് ഡിലേ കാണിക്കും, എന്താണെന്ന് അറിയില്ല. ഫുൾ ടേക്ക് പ്രോഫിറ്റ്. അതിന് ഒരൊറ്റ ടേക്ക് പ്രോഫിറ്റേ ഉള്ളൂ. കണ്ടോ, ഇത് കഴിയുമ്പോൾ തന്നെ ചെറിയ റീട്രേസ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ മാൻ. ഐ മീൻ എനിക്ക് വേണമെങ്കിൽ ലൈക്ക് ഇഫ് ഐ ആം റിയലി ഗ്രീഡി ദെൻ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ട്രേഡ് ഇങ്ങനെ ഇതുവരെ നോക്കായിരുന്നു. ബട്ട് അൺഗ്രേറ്റ്ഫുൾ ബ്രോ. ലൈക്ക് വേറെ ദിവസം ട്രേഡ് എടുക്കാം. ദിസ് ഇസ് നോട്ട് എ പ്ലസ്. ഓക്കെ. റിസ്ക് കുറച്ചു ഇല്ല, ബട്ട് ഐ നീഡ് ടു ബി റിയലി 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 സേഫ് റൈറ്റ്. സോ ഇതെന്തായാലും വരും, കാരണം ഇത്രയും വലിയ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട്. എക്സ്ട്രീംലി ബുള്ളിഷ് ഉണ്ടോ ഇവിടെ ഫ്ലോ. സോ ജയിച്ചു. ഓക്കെ. So thank you for watching this video. Stay tuned for next live video. Okay. So and happy wish you, advance happy wish you. Okay. Thank you.